കഥയാരംഭിക്കുന്നത് മാഞ്ചസ്റ്ററിലെ തെരുവുകളിൽ ചുറ്റി നടക്കുന്ന ജിമ്മി ഗ്രിംബിൾ എന്ന നാണം കുണുങ്ങിയായ ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവൻ തികച്ചും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ആരോടും അധികം മിണ്ടാതെ എപ്പോഴും ഫുട്ബോൾ പരിശീലിച്ചുകൊണ്ടിരിക്കും. ഓരോ ട്രിക്കുകൾ സ്വായത്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ അവൻ അതിൽ അതിസമർത്ഥനുമാണ്. പക്ഷെ പ്രശ്നം മറ്റൊന്നായിരുന്നു. ജിമ്മിക്ക് അവനിൽ തന്നെ ഒട്ടും വിശ്വാസമില്ല. അവൻ മാഞ്ചസ്റ്റർ സിറ്റി ടീമിന്റെ വലിയ ആരാധകനാണ്. ഫുട്ബോളിനെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങളും അവനുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കഴിവ് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോ അവൻ വല്ലാതെ പതറിപ്പോകുമായിരുന്നു. ഒരിക്കൽ തന്റെ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ ജോണി എന്നൊരാൾ അവിടേക്ക് കടന്നു വന്നു. ജിമ്മിയുടെ അമ്മ ഡോണയുടെ പുതിയ കാമുകനാണ് ജോണി. ജോണിയുടെ പെരുമാറ്റം അല്പം വിചിത്രമാണെങ്കിലും അയാൾ ജിമ്മിയോട് സൗഹൃദം കൂടാൻ ശ്രമിക്കുന്നുമുണ്ട്. കൂടെ ഫുട്ബോൾ കളിക്കാൻ പോലും അയാൾ ജിമ്മിയെ ക്ഷണിച്ചു. ആദ്യം എല്ലാം നന്നായി തോന്നിയെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് വഷളായി. പന്തിനു വേണ്ടിയുള്ള ചെറിയൊരു പിടിവലിക്കിടയിൽ ജോണി അബദ്ധത്തിൽ ജിമ്മിയെ നിലത്തേക്ക് തള്ളിയിട്ടു. ആ നിമിഷം മുതൽ ജിമ്മിക്ക് അയാളുടെ കൂടെയിരിക്കുന്നത് വല്ലാത്തൊരു അസ്വസ്ഥതയായി മാറി. ജോണി പോയി കഴിഞ്ഞപ്പോ ജോണിക്ക് ഒരവസരം കൂടി നൽകാൻ അവന്റെ അമ്മ ആവശ്യപ്പെട്ടു. പക്ഷേ ജിമ്മി അതിനൊട്ടും തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ പോയപ്പോഴും അവന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഗ്രീൻ റോക്ക് ഹൈസ്കൂളിലാണ് ജിമ്മി പഠിക്കുന്നത്. അവിടെ അവന് അധികം കൂട്ടുകാരൊന്നുമില്ല. പക്ഷേ അവനെ ബുള്ളി ചെയ്യാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന കുറച്ചാളുകൾ അവിടെ ഉണ്ടായിരുന്നു. സൈക്കോയും അവന്റെ കൂട്ടുകാരൻ ഗോർഡനുമാണ് അതിൽ ഏറ്റവും പ്രധാനികൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ പിന്തുണയ്ക്കുന്നവരെ മർദ്ദിക്കുന്നതിൽ കുപ്രസിദ്ധനാണ് സൈക്കോ. ഇവർ രണ്ടുപേർക്കും ജിമ്മിയെ ഉപദ്രവിക്കുന്നതൊരു ഹരമായിരുന്നു. അവരിൽ നിന്നൊഴിഞ്ഞുമാറി ജിമ്മി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് സാറ എന്ന പുതിയ പെൺകുട്ടിയെ കാണുന്നത്. അവളെ കണ്ട നിമിഷം തന്നെ ജിമ്മിക്ക് അവളോട് വലിയൊരു ഇഷ്ടം തോന്നി. പക്ഷേ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഗോർഡനും സംഘവും അങ്ങോട്ടേക്ക് എത്തി എല്ലാം നശിപ്പിച്ചു. ഇത്തവണ ജിമ്മി എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. അതോടെ അവനോട് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അവനെ പിന്തുടർന്ന് അവർ ഒരു ഇടുങ്ങിയെടുത്ത് വെച്ച് പിടികൂടി. അവർ അവന്റെ ബാഗ് തട്ടിയെടുത്ത് അതിൽ വൃത്തികെട്ടൊരു കാര്യം ചെയ്തു. അവന്റെ ബാഗ് കൂടുതൽ അഴുക്കായി. ജിമ്മിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ തോന്നി. അതിലും വിഷമം പിടിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ ഫുട്ബോൾ കോച്ചായ എറിക് വെയർ ജനലിലൂടെ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. തന്റെ ജോലിയിൽ അത്രത്തോളം മടുപ്പ് തോന്നിയിരുന്ന അയാൾക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നീട് ജിമ്മി ബാത്റൂമിൽ പോയി ബാഗ് കഴുകി വൃത്തിയാക്കി. അവൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. പുറത്തേക്ക് വരുമ്പോഴാണ് നോട്ടീസ് ബോർഡിൽ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അവൻ ശ്രദ്ധിച്ചത്. ഗ്രീൻ റോക്ക് ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ അറിയിപ്പാണത്. ജിമ്മിക്ക് അത് വലിയൊരു അവസരമായി തോന്നി. ഒരുപക്ഷെ അവനെ തന്നെ തെളിയിക്കാനുള്ള നിമിഷം. അങ്ങനെ അതിലൊരു കൈനോക്കാൻ ജിമ്മി തീരുമാനിച്ചു. അങ്ങനെ അവൻ മൈതാനത്തേക്ക് എത്തി. അവിടെ ഏതാനും കളിക്കാരുണ്ടായിരുന്നു. അവൻ അവരെ പരിചയപ്പെട്ടു. ഗോൾ കീപ്പർ കാസ്പറും മിഡ്ഫീൽഡർ എൽവിസും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ദുർഭാഗ്യം അവനെ അവിടെയും പിന്തുടർന്നെത്തി. ഗോർഡനും സൈക്കോയും ടീമിൽ ചേരാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ളവരും അവർ തന്നെയാണ്. ഇതേ സമയം സ്കൂൾ ഓഫീസിൽ മറ്റൊരു വലിയ കാര്യം സംഭവിക്കുകയായിരുന്നു. സ്കൂളിന് ഫണ്ടിന്റെ വലിയ ഷോർട്ടേജ് ഉണ്ട്. പ്രിൻസിപ്പൽ അതിനെപ്പറ്റി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഗോർഡന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. സമ്പന്നനായ അയാൾ സ്കൂളിലേക്ക് വലിയൊരു ഫണ്ട് വാഗ്ദാനം ചെയ്തു. കെൻ എന്നായിരുന്നു അയാളുടെ പേര്. ഗ്രീൻ റോക്ക് ടീം അവിടുത്തെ പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്താൽ തന്റെ മകന് ആ ടീമിൽ വലിയൊരു സ്ഥാനം നൽകിയാൽ സ്കൂളിന് വേണ്ട ഫണ്ട് താൻ നൽകാം എന്നയാൾ അവിടെ വെച്ച് ഉറപ്പ് പറഞ്ഞു. പക്ഷേ കെന്നിന് അതിനു പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടായിരുന്നു. തന്റെ മകൻ ഗോർഡൻ ഫുട്ബോളിൽ ശ്രദ്ധിക്കപ്പെടണമെന്നും അങ്ങനെ സ്പോർട്സ് ഏജന്റുമാരുടെ കണ്ണിൽപ്പെട്ട് അവനെ ഒരു താരമാക്കി മാറ്റണം എന്നും അയാൾ ആഗ്രഹിച്ചിരുന്നു. അയാളുടെ ഓഫർ കിട്ടിയതും പ്രിൻസിപ്പൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന് സമ്മതം മൂളി. മറുവശത്ത് മൈതാനത്ത് പരിശീലനം ആരംഭിച്ചിരുന്നു. പക്ഷേ ഗോർഡൻ ഒരു ടീം പ്ലെയർ പോലായിരുന്നില്ല കളിച്ചത്. അവൻ ഒറ്റയ്ക്ക് ബോൾ എടുത്ത് തന്റെ പ്രകടനം കാഴ്ചവെക്കുക മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവൻ കരുതിക്കൂട്ടി പന്ത് ജിമ്മിയുടെ മുഖത്തേക്ക് തൊടുത്തുവിട്ടു. കോച്ച് എറിക്കിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യം വന്ന അദ്ദേഹം ഗോർഡനോട് മൈതാനത്ത് നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. പക്ഷേ ഗോർഡനാകട്ടെ അതനുസരിച്ചില്ല. കോച്ചിന് അവൻ തെല്ലും വില കൊടുത്തില്ല. അവൻ കോച്ചിനോട് തർക്കിക്കുകയും അദ്ദേഹത്തെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തു. അതോടെ എറിക് ഒരു ശക്തമായ തീരുമാനമെടുത്തു. ഗോർഡനെ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കി.
പക്ഷേ ആ തീരുമാനം അധിക നേരം നീണ്ടുനിന്നില്ല. പ്രിൻസിപ്പൽ കോച്ചായ എറിക്കിനെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഗോർഡന്റെ കാര്യം സംസാരിച്ചു. എന്തു തന്നെ സംഭവിച്ചാലും ഗോർഡൻ ടീമിൽ തന്നെ വേണം എന്ന് പ്രിൻസിപ്പൽ എറിക്കിനോട് പറഞ്ഞു. കാരണം അവന്റെ അച്ഛന്റെ പണവും സ്വാധീനവും തന്നെയായിരുന്നു. എറിക്കിന് മറ്റൊരു വഴിയുമില്ലായിരുന്നു. അയാൾക്ക് പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. ഗോർഡൻ വീണ്ടും ടീമിലേക്ക് മടങ്ങിയെത്തി. അന്നത്തെ പരിശീലനമൊക്കെ കഴിഞ്ഞപ്പോ ജിമ്മി വീട്ടിലേക്ക് തനിച്ച് നടന്നു പോവുകയായിരുന്നു. ഒരു സെമിത്തേരിക്കരികിലൂടെ പാട്ടുപാടി കളിച്ചവൻ പോകുമ്പോ സാറ അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടു. അവൾ അവനെ കരുണയോടെയായിരുന്നു നോക്കിയത്. രാവിലെ ഉണ്ടായ കാര്യങ്ങൾ അവൾ കണ്ടതാണല്ലോ. ജിമ്മിയെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അവളുടെ ആ നോട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ജിമ്മിക്ക് വലിയ നാണവും ചമ്മലും തോന്നി. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അവന്റെ ആ ദിവസത്തെ കഷ്ടപ്പാടുകൾ അപ്പോഴും തീർന്നിരുന്നില്ല. ജോലി കഴിഞ്ഞ് അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ജിമ്മി അമ്മയെ കാണാൻ ചെന്നു. അപ്പോഴാകട്ടെ അമ്മയ്ക്ക് ജോലി തിരക്കുണ്ടെന്നും വൈകി വരികയുള്ളൂ എന്നുമായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ജിമ്മി വീണ്ടും തനിച്ച് വീട്ടിലേക്ക് നടന്നു. വിഷമത്തിലും ഏകാന്തതയിലും മടങ്ങുന്നതിനിടയിൽ ഗോർഡനും സൈക്കോയും വീണ്ടും അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ അവനെ പിന്തുടർന്നു. പേടിച്ചും തളർന്നും ജിമ്മി സർവശക്തിയും എടുത്തോടി. അപ്പോഴാണ് എവിടെ നിന്നോ ഒരു വൃദ്ധ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. അവർ പെട്ടെന്ന് ജിമ്മിയെ ഒളിച്ചിരിക്കാൻ സഹായിച്ചു. ഒരു പഴയ തകർന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് അവരവനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചവർ തന്റെ പേര് ആലീസ് എന്നാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. ജിമ്മി തെരുവിൽ ഫുട്ബോൾ കളിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് ആലീസ് പറഞ്ഞു. അവൻ വലിയ കഴിവുള്ളവനാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ശേഷം അവർ ഒരു ജോഡി പഴയ ഫുട്ബോൾ ബൂട്ടുകൾ അവന് കൊടുത്തു. വിചിത്രമായ ഒരു കാര്യവും അവർ പറഞ്ഞു. ഈ ബൂട്ടുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്. ഇത് നിന്നെ നന്നായി കളിക്കാനും എല്ലാവരെയും ഞെട്ടിക്കാനും സഹായിക്കും. ജിമ്മി ബൂട്ട് വാങ്ങി നന്ദി പറഞ്ഞു. സത്യത്തിൽ അവർ പറഞ്ഞ കാര്യം ഒട്ടും തന്നെ ജിമ്മി വിശ്വസിച്ചിരുന്നില്ല. അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൻ ആ ബൂട്ടുകൾ ഒരു ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വീട്ടിലേക്കുള്ള വഴിയിൽ ജിമ്മി തന്റെ ഭൂതകാലത്തിലെ ഒരാളെ കണ്ടു. ഡോണയുടെ പഴയ കാമുകനായ ഹാരി. അയാൾ ഡോണയോട് സംസാരിക്കാനും ഡോണയോട് പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഒന്നാകുവാനും വേണ്ടി വന്നെത്തിയതായിരുന്നു. അതിനുവേണ്ടി അയാൾ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. ജിമ്മിക്ക് ഹാരിയെ പണ്ട് തൊട്ടേ വലിയ ഇഷ്ടമാണ്. ഹാരി അവനെ ഫുട്ബോൾ മത്സരങ്ങൾക്കും മറ്റും കൊണ്ടുപോകുമായിരുന്നു. ഹാരിക്ക് അവനോട് വലിയ വാത്സല്യമുണ്ട്. ഒരിക്കൽ മാഞ്ചസ്റ്റർ സിറ്റി ടീമിന്റെ ഒരു ബാഗും ജിമ്മിക്ക് ഹാരി സമ്മാനമായി നൽകിയിരുന്നു. അന്നൊക്കെ ഹാരിയും ഡോണയും നല്ല റിലേഷൻഷിപ്പിലായിരുന്നു മുമ്പോട്ടേക്ക് പോയത്. പക്ഷേ ഹാരിക്ക് മറ്റൊരു ഭാര്യയുണ്ടെന്ന വിവരം ഡോണ അറിഞ്ഞതോടെ അവരുടെ ആ ബന്ധം തകർന്നു. അതോടെ ജിമ്മിയും ഹാരിയും തമ്മിലുള്ള ബന്ധവും അവസാനിച്ചു. ജിമ്മിയുടെ ഉള്ളിലും അന്നത്തെ ആ ഞെട്ടൽ വല്ലാത്തൊരു വിഷമം സൃഷ്ടിച്ചിരുന്നു. അധികം മൈൻഡ് ചെയ്യാതെ ജിമ്മി നേരെ വീടിന്റെ അകത്തേക്ക് പോയി. ഹാരി അവനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ജിമ്മി അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. അടുത്ത ദിവസം അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. ജിമ്മി അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങിയപ്പോൾ 3 പെൺകുട്ടികൾ ചേർന്ന് സാറയെ പരിഹസിക്കുന്നത് കണ്ടു. പകൽ സമയത്ത് കറുത്ത കോട്ടിട്ടതിന്റെ പേരിൽ അവർ അവളെ വാമ്പയർ എന്ന് വിളിച്ച് കളിയാക്കുകയായിരുന്നു. പക്ഷേ സാറ മിണ്ടാതിരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. താൻ വാമ്പയർ അല്ലെന്നും ഒരു ബോക്സർ ആണെന്നും അവൾ ഉറക്കെ പറഞ്ഞു. പറഞ്ഞതിന് പിന്നാലെ അതൊന്ന് തെളിയിക്കാൻ അവളെ കളിയാക്കിയ സംഘത്തിന്റെ നേതാവിന്റെ മൂക്ക് നോക്കി അവൾ നല്ലൊരു പഞ്ചും കൊടുത്തു. അത് കണ്ട് ജിമ്മിക്ക് അവളോട് വലിയ ബഹുമാനം തന്നെ തോന്നി. അങ്ങനെ ജിമ്മി സ്കൂളിലെത്തി. ആവേശത്തോടെ ആദ്യത്തെ മത്സരത്തിനായി ടീമിനൊപ്പം ചേരാൻ അവൻ ധൃതിയിൽ നടന്നു. പക്ഷേ അവിടെയും ഗോർഡനും സംഘവും അവനെ തടഞ്ഞു. അവർ അവനെ തള്ളിയിടുകയും അവന്റെ ബൂട്ടുകൾ തട്ടിയെടുത്ത് ഒരു മാലിന്യ ട്രാക്കിലേക്ക് എറിയുകയും ചെയ്തു. ബൂട്ടുകളില്ലാതെ ജിമ്മിക്ക് ഫുട്ബോൾ കളിക്കാൻ സാധിക്കില്ലായിരുന്നു. അത് ചിന്തിച്ചതും അവനാകെ തകർന്നുപോയി. അപ്പോഴാണ് പെട്ടെന്ന് ആലീസ് തലേ ദിവസം അവന് നൽകിയ ബൂട്ടുകളുടെ കാര്യം അവൻ ഓർത്തെടുത്തത്. അവൻ ഓടിച്ചെന്നു ചവറ്റുകുട്ടയുടെ അടുത്തെത്തി. ഭാഗ്യത്തിന് ആ ബൂട്ടുകൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കൈക്കലാക്കി ടീമിന്റെ വണ്ടി പിടിക്കാൻ അവൻ പാഞ്ഞു ചെന്നു. ടീം ഒരു വാനിൽ പോയി തുടങ്ങിയിരുന്നു. പക്ഷെ ജിമ്മി വിട്ടുകൊടുത്തില്ല. അവൻ പിന്നാലെയോടി. ഒടുവിൽ വാൻ നിർത്തിച്ച് വണ്ടിയിൽ കയറാൻ അവന് സാധിച്ചു. അവന്റെ ആ നിശ്ചയദാർഢ്യം കണ്ട് കോച്ച് എറിക്കിന് പോലും അത്ഭുതം തോന്നിയിരുന്നു. പിന്നീട് നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ റക്കിംഗ്ഹാം സ്റ്റേഡിയത്തിലെത്തി. കോച്ച് ഓരോരുത്തർക്കും സ്ഥാനങ്ങൾ നിശ്ചയിച്ചു നൽകി. ജിമ്മിയെ സബ്സ്റ്റിറ്റ്യൂട്ടായി ബെഞ്ചിലിരുത്തി. ഗോർഡനെ പ്രതിരോധ നിരയിലാക്കി. പക്ഷേ ഡിഫൻസ് ഏരിയയിൽ കളിക്കാൻ ഗോർഡൻ സമ്മതിച്ചില്ല. അവന് സ്ട്രൈക്കറാകണമായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കോച്ചിന്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞ അവൻ കോച്ചിനെ വീണ്ടും അപമാനിച്ചു. ഒടുവിൽ അവന്റെ തീരുമാനത്തിന് മുമ്പിൽ എറിക്കിന് വഴങ്ങേണ്ടി വന്നു.
മത്സരം തുടങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയോ തകരാറുള്ളതുപോലെ ജിമ്മിക്ക് തോന്നിയിരുന്നു. അതൊരു സാധാരണ ഫുട്ബോൾ ആയിരുന്നില്ല. മൈതാനം നിറയെ ചെളി നിറഞ്ഞിരുന്നു. കളിക്കാർ തമ്മിൽ തല്ലും തള്ളും അടിയുമായിരുന്നു. റഫറിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. പകരം അവരുടെ നാട്ടിലെ ടീമിനെ സഹായിക്കുകയായിരുന്നു ആ റഫറി ചെയ്തുകൊണ്ടിരുന്നത്. അതങ്ങനെ വലിയ ബഹളത്തിലേക്ക് മാറി. ജിമ്മിക്കാണെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു സാധാരണ ഫുട്ബോൾ കളി അങ്ങനൊന്നുമല്ല നടക്കേണ്ടത്. കോച്ച് എറിക്കാണെങ്കിൽ യാതൊന്നും പ്രതികരിക്കാതെ മത്സരം തീരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. മത്സരം മുന്നോട്ടേക്ക് പോയി. പക്ഷേ രണ്ടാം പകുതിയിൽ ഗോർഡന് കടുത്ത പരിക്കേറ്റു. അതോടെ അവന് മൈതാനം വിട്ടിറങ്ങേണ്ടി വന്നു. അപ്പോഴാണ് ജിമ്മിക്ക് അവസരം ലഭിക്കുന്നത്. എല്ലാവരും തന്നെ ലക്ഷ്യം വെക്കും, ഉപദ്രവിക്കും എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ മൈതാനത്തേക്കിറങ്ങി. എറിക്ക് പ്രതിരോധ നിരയിലേക്കായിരുന്നു അവനെ നിയോഗിച്ചത്. എതിർ ടീമിലെ ഒരു സ്ട്രൈക്കർ അവന് നേരെ ഓടി വന്നു. പക്ഷേ ഒരു നിമിഷം ആ സ്ട്രൈക്കർക്ക് പന്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതായിരുന്നു ജിമ്മിയുടെ നിമിഷം. അവൻ തന്റെ ബൂട്ടുകളെ വിശ്വസിച്ചു. ദൂരെ നിന്ന് പന്ത് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി തൊടുത്തു. അത്ഭുതം സംഭവിക്കുകയായിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പന്ത് ശരവേഗത്തിൽ വായുവിൽ കുതിച്ചുയർന്ന് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി പാഞ്ഞു. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന എതിർ ടീമിന്റെ ഗോൾ കീപ്പർ അത് ശ്രദ്ധിച്ചതേയില്ല. ഗോളെന്ന് പിന്നാലെ വല്ലാതൊരു ആരവം മുഴങ്ങി. ജിമ്മി അതാ സ്കോർ ചെയ്തിരിക്കുന്നു. അവന്റെ ആദ്യത്തെ ഗോൾ. അവന്റെ ടീം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ജിമ്മിയുടെ വിജയത്തെ അവനെ ചേർത്ത് പിടിച്ച് എല്ലാവരും ആഘോഷിച്ചു. ആദ്യമായി എല്ലാവരാലും അവൻ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. മത്സരത്തിന് ശേഷം ജിമ്മി ആലീസിനെ കാണാൻ പോയി. ആ മാന്ത്രിക ബൂട്ടുകൾ നൽകിയതിന് നന്ദി പറഞ്ഞു. പക്ഷേ ആലീസ് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സത്യം വെളിപ്പെടുത്തി. ആ ബൂട്ടിൽ ഒരു മാന്ത്രികതയുമില്ല. അത് പണ്ട് മാഞ്ചസ്റ്റർ സിറ്റി താരം റോബി ബ്രൂവർ ഉപയോഗിച്ചിരുന്ന ബൂട്ടുകൾ മാത്രമാണ്. വെറുമൊരു വിശ്വാസം, അത്രയുള്ളൂ. വീട്ടിലെത്തിയ ശേഷം ജിമ്മി കൗതുകത്തോടെ റോബി ബ്രൂവറെ കുറിച്ച് തിരയാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. വാതിൽ തുറന്നപ്പോൾ അത് ജോണിയായിരുന്നു. ഇത്തവണ ജോണിക്ക് വലിയൊരു വാർത്ത തന്നെ പറയാനുണ്ട്. അവൻ അവരുടെ വീട്ടിലേക്ക് താമസം മാറിയെത്തുകയാണ്. ജിമ്മിക്കതിൽ തീർത്തും സന്തോഷം തോന്നിയില്ല. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് സാറ ജിമ്മിയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. തലേ ദിവസം മത്സരത്തിലെ അവന്റെ പ്രകടനത്തെക്കുറിച്ച് അവൾ കേട്ടിരുന്നു. ഫുട്ബോൾ അത്ര ഇഷ്ടമൊന്നുമല്ലെങ്കിലും തലേ ദിവസത്തെ ജിമ്മിയുടെ പ്രകടനത്തിനെ പറ്റിയും അവന്റെ ധൈര്യത്തെപ്പറ്റിയും എടുത്തു പറഞ്ഞ് അവൾ അഭിനന്ദിച്ചു. തുടർന്ന് തനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം കാണാൻ അവൾ അവനെ ക്ഷണിച്ചു. സ്കൂൾ കഴിഞ്ഞ് സാറ ജിമ്മിയെ ഒരു സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. താൻ ആരാധിക്കുന്ന ഒരു ബോക്സറുടെ ശവകുടീരം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ജിമ്മിയുടെ ബാഗിലെ ബൂട്ട് അവൾ കണ്ടത്. അത് റോബി ബ്രൂവറുടേതാണെന്നും അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെന്നും ജിമ്മി അവളോട് പറഞ്ഞു. ആ പേരെവിടെയോ കേട്ട് പരിചയം സാറയ്ക്ക് തോന്നി. അവൾ ജിമ്മിയെ അവിടുണ്ടായിരുന്ന മറ്റൊരു ശവകുടീരത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അത് മറ്റൊരു റോബി ബ്രൂവർ ആയിരുന്നു. ജിമ്മിക്കതോടെ കൂടുതൽ സംശയമായി. അതിനാൽ സത്യം അറിയുവാൻ മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റേഡിയത്തിലേക്ക് പോവാൻ അവൻ ആഗ്രഹിച്ചു. അമ്മയോട് കൂടെ വരാൻ പറഞ്ഞെങ്കിലും ജോലി തിരക്ക് കാരണം അവന്റെ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല. പകരം ജോണിയുടെ കൂടെ അവനെ പറഞ്ഞുവിടാൻ അവന്റെ അമ്മ തീരുമാനിച്ചു. ആദ്യം ജോണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡോണ അവൻ $50 കൈമാറിയതോടെ അയാൾ അതിന് സമ്മതിച്ചു. യാത്ര ചെയ്ത് അവരങ്ങനെ സ്റ്റേഡിയത്തിലെത്തി. പക്ഷേ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ജോണിക്കൊന്ന് മദ്യപിക്കണമെന്ന് തോന്നി. അടുത്തുള്ള ഒരു ബാറിൽ കയറിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു. 2 ഗുണ്ടകൾ അയാളെ വളഞ്ഞ് ജോണിയുടെ പക്കൽ നിന്ന് പണം മുഴുവനും കവർന്നു. ബാക്കി പണം പിന്നീട് നൽകിയില്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് അവർ ജോണിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജോണി പണ്ട് കടം വാങ്ങിയിരുന്ന വ്യക്തികളായിരുന്നു അത്. പണം പോയതോടെ ജിമ്മിക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. ജിമ്മിക്ക് വല്ലാത്ത നിരാശ തോന്നി. പക്ഷെ അവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസം വീണ്ടും സ്റ്റേഡിയത്തിലേക്ക് പോകണം എന്നവൻ തീരുമാനിച്ചു. സ്കൂളിൽ വെച്ച് അവൻ സാറയെ കണ്ട് സംസാരിച്ചപ്പോ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്തവണ അവൾ ജിമ്മിയുടെ കൂടെ മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റേഡിയത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു. അവർ പോകാൻ തുടങ്ങുമ്പോ ഗോർഡൻ തന്റെ കാമുകിയുമായി അവിടെ എത്തി. ജിമ്മിയും സാറയും പ്രണയത്തിലാണോ എന്ന് ചോദിച്ച് അവൻ കളിയാക്കാൻ ആരംഭിച്ചു. ജിമ്മി അത് കേട്ട് ഭയന്നൊന്നും മിണ്ടാതിരുന്നതേയുള്ളൂ. പക്ഷേ സാറ പെട്ടെന്ന് അതേ എന്ന് പറഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജിമ്മി അവൾ ചുംബിക്കുകയും ചെയ്തു. ജിമ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പക്ഷേ ഗോർഡൻ വീണ്ടും പരിഹസിച്ചുകൊണ്ടിരുന്നു. ജിമ്മി പ്രതികരിക്കും എന്ന് സാറ കരുതിയെങ്കിലും അവൻ മിണ്ടാതെ അവിടെ നിന്ന് നടന്നു പോവുകയായിരുന്നു ചെയ്തത്. എന്തായാലും ജിമ്മിയും സാറയും ഒന്നിച്ച് വീണ്ടും സ്റ്റേഡിയത്തിലെത്തി. അവിടെയുള്ള ഒരു ശുചീകരണ തൊഴിലാളി ഗ്രൗണ്ടിന് എതിർവശത്തുള്ള ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. അവിടെയുള്ളവർക്ക് ടീമിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജിമ്മി ആ വീട്ടിലേക്ക് ചെന്ന് അവിടുത്തെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നപ്പോ ജിമ്മി അത്ഭുതപ്പെട്ടു. അതവന്റെ കോച്ച് എറിക്കായിരുന്നു. അവിടെ വെച്ച് ഒരു വലിയ സത്യം ജിമ്മി മനസ്സിലാക്കി. എറിക് ഒരിക്കൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രധാന സ്ട്രൈക്കറായിരുന്നു. തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായിരുന്നു അദ്ദേഹം. പക്ഷേ വിരമിച്ച
ശേഷം ജീവിതത്തോടുള്ള താല്പര്യം തന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടു. ഒന്നിനും ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അയാൾ സ്കൂളിൽ കോച്ചായി ചേർന്നതും ഇപ്പോൾ തുടരുന്നതും. അത് കേട്ട ജിമ്മി ഇറിക്കിനോട് ഒരു പ്രധാന കാര്യം പറഞ്ഞു. നമ്മുടെ ടീമിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. കളിക്കാർക്കെല്ലാവർക്കും വളരണം. അവർക്ക് അതിനൊരു അവസരം വേണം. അതിന് ഇറിക്കിനവരെ നയിക്കാൻ സാധിക്കും. ജിമ്മിയുടെ ആ വാക്കുകൾ ഇറിക്കിനും ചെറിയൊരു പ്രചോദനം കൊടുത്തിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ സ്കൂൾ ടീമിന്റെ രണ്ടാമത്തെ മത്സരം വന്നു. നോർത്ത് മോർ എന്ന ശക്തമായ ടീമിനെതിരെയായിരുന്നു കളി. കളി തുടങ്ങുന്നതിന് മുമ്പ് ഇറക്ക ടീമിന് നിർദ്ദേശങ്ങൾ നൽകാൻ നോക്കി. പക്ഷേ ഗോർഡന്റെ അച്ഛൻ കെൻ ഇടപെട്ടു. പന്ത് എപ്പോഴും ഗോർഡന് തന്നെ നൽകണം, പാസ് ചെയ്യണം എന്നതായിരുന്നു അയാളുടെ നിർദ്ദേശം. ഇറക്കിന്റെ വാക്കുകൾക്ക് അവിടെ വലിയ വിലയൊന്നും കിട്ടിയില്ല. അതോടെ ടീമിന്റെ താളം തെറ്റി. പ്ലാനോ ഒത്തൊരുമയോ ഇല്ലാത്തതിനാൽ ടീമിന്റെ കളി വളരെയധികം മോശമായി. ആദ്യ പകുതിയിൽ അവർ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നു. ബെഞ്ചിലിരുന്ന ജിമ്മിക്ക് അത് കണ്ട് വല്ലാത്ത നിരാശ തോന്നിയിരുന്നു. അവൻ തന്റെ പഴയ ബൂട്ടുകൾ ശരിയാക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ കാണികളിൽ ഒരാൾ അത് ശ്രദ്ധിച്ചു. ആ ബൂട്ടുകൾ ഒരു കാലത്ത് മാഞ്ചസ്റ്റർ സിറ്റി താരം ഉപയോഗിച്ചിരുന്നതാണ് എന്ന മട്ടിൽ അയാൾ പറഞ്ഞു. പീട്രേക്ക് എന്ന പഴയ കളിക്കാരന്റെ പേരും അയാൾ സൂചിപ്പിച്ചു. ഇറിക്കിനെ കണ്ടതും ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരുന്നു. ഇറിക് ഒരിക്കൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടോപ്പ് സ്കോറർ ആയിരുന്നു എന്ന സത്യം അയാൾ അവിടെയുള്ള എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും സ്കൂൾ ടീം മുഴുവനായി സ്തംഭിച്ചുപോയി. ആദ്യമായി അവർക്ക് അവരുടെ കോച്ചിനോട് വലിയ ബഹുമാനം തോന്നി. കളി വീണ്ടും തുടർന്നു. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ടീം ഇറിക്കിന്റെ വാക്കുകൾ കേട്ട് കളിക്കാൻ ആരംഭിച്ചു. ഒരു നിമിഷം പന്ത് നേരെ ജിമ്മിയുടെ അടുത്തെത്തി. ജിമ്മി സബ്സ്റ്റിറ്റ്യൂട്ടായി കളിക്കിറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒട്ടും വൈകാതെ അവനത് വലയിലെത്തിച്ചു. മത്സരം തുല്യനിലയിലായി. ജിമ്മി പഴയ പേടിയുള്ള പയ്യനൊന്നുമല്ല ഇപ്പോൾ. അവൻ വലിയ ആത്മവിശ്വാസത്തോടെയാണ് കളിക്കുന്നത്. എതിരാളികളെ അനായാസം വെട്ടിച്ചു മുന്നേറി ജിമ്മിയും ഗോൾ കീപ്പറും മാത്രം ബാക്കി നിൽക്കുന്ന ഒരു നിമിഷത്തിലേക്ക് പോലും അവൻ ആ കളിയിൽ വന്നെത്തി. പിന്നാലെ അവന്റെ കാലുകളിൽ നിന്ന് ആ പന്ത് തൊടുക്കപ്പെട്ടു. വീണ്ടും അതിമനോഹരമായൊരു ഗോൾ സംഭവിച്ചിരിക്കുന്നു. അതൊരു വിജയത്തിന്റെ ഗോളായിരുന്നു. കാണികൾ ആവേശഭരിതരായി. ആ മത്സരത്തോടെ അവരുടെ ടീം കൂടുതൽ ശക്തമായി. ജിമ്മി അവരുടെ ടീമിലെ മിന്നും താരമായി മാറി. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ മത്സരവും ടീം അവരുടെ മികവ് കൊണ്ട് ജയിച്ചു മുന്നേറിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവർ സെമി ഫൈനലിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ടീം അംഗങ്ങൾ എല്ലാവരും ജിമ്മിയെ സ്നേഹിക്കുന്നുണ്ട്. ടീമിൽ നിന്ന് ഗോർഡൻ പതിയെ അവഗണിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ പരിശീലനം കഴിഞ്ഞൊരു രാത്രിയിൽ ഇറക്കിന്റെ കാർ വഴിയിൽ വെച്ച് കേടായി. ടീം മുഴുവൻ ആ കാറിനകത്തുണ്ടായിരുന്നു. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. തന്റെ ബൂട്ടിന്റെ മാന്ത്രികതയിൽ അപ്പോഴും വിശ്വസിച്ചിരുന്ന ജിമ്മി ഒരു വഴി തെളിയും എന്നാഗ്രഹിച്ചു. പെട്ടെന്ന് ഒരു ഡെലിവറി ട്രക്ക് അങ്ങോട്ടേക്ക് എത്തി. ആ ട്രക്കിന്റെ ഡ്രൈവർ ഹാരി ആയിരുന്നു. ജിമ്മിയെ കണ്ടപ്പോൾ ഹാരിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം എല്ലാവർക്കും ലിഫ്റ്റ് ഓഫർ ചെയ്തു. എല്ലാവരെയും ട്രക്കിൽ കയറ്റി. വഴിയിൽ വെച്ച് ഡോണയെയും കൂടെ കൂട്ടാമെന്ന് ഹാരി ജിമ്മിയോട് പറഞ്ഞു. മറുവശത്ത് ഡോണയാകട്ടെ ജോലി സ്ഥലത്ത് തന്റെ മോശം പെരുമാറ്റക്കാരനായ ബോസിനെ കൈകാര്യം ചെയ്യുകയായിരുന്നു. അയാളിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ അവൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ജിമ്മിയെയും ഹാരിയെയും കണ്ടു. അവർ ഒന്നിച്ചായിരുന്നു അന്ന് വീട്ടിലേക്ക് പോയത്. പക്ഷെ അവിടെ എത്താറായപ്പോഴേക്കും കാര്യങ്ങൾ വഷളായി. ഡോണ അങ്ങനെ ഹാരിയുടെ കൂടെ വരുന്നത് ജോണി കണ്ടു. ജോണി വല്ലാതെ ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. താൻ ഡോണയെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്, മറ്റൊന്നും തന്നെ ഇല്ലെന്ന് ഹാരി പറയാൻ നോക്കിയെങ്കിലും ജോണി അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. തന്റെ ഫിയാൻസിയിൽ നിന്ന് അകന്നു നിൽക്കാൻ അയാൾ ഹാരിയോട് ആക്രോശിച്ചു. ഹാരിക്ക് വേദനയോടെയാണെങ്കിലും അവിടെ നിന്ന് പോകേണ്ടി വന്നു. അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ജിമ്മിക്ക് തന്റെ വീട്ടിൽ പോലും സമാധാനമില്ലാതായി. എങ്കിലും സെമി ഫൈനലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ മത്സര ദിവസം എത്തി. മത്സര ദിവസം ജിമ്മി ഒരു സൂപ്പർ താരത്തെ പോലെ കളിച്ചു. ദൂരെ നിന്ന് ഒരു തകർപ്പൻ ഗോളും പിന്നീട് ഒരു ഹെഡർ ഗോളും അവൻ നേടി. ജിമ്മിയുടെ പെർഫോമൻസ് മികവിൽ ഗ്രീൻ റോക്ക് ടീം അങ്ങനെ ഒടുവിൽ ഫൈനലിലേക്ക് എത്തിച്ചേർന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ വലിയ സ്റ്റേഡിയത്തിലായിരുന്നു ഫൈനൽ നടക്കുക. കളിക്ക് ശേഷം ജിമ്മി അന്ന് ആലീസിനെ കാണാൻ പോയി. റോബി ബ്രൂവറെ കുറിച്ച് ആർക്കും തന്നെ അറിയില്ലെന്ന് ആലീസിനെ കണ്ട് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു. അപ്പോഴാണ് ആലീസ് തന്റെ കഥ പറഞ്ഞത്. താൻ റോബി ബ്രൂവറുമായി പണ്ടടുപ്പത്തിലായിരുന്നുവെന്നും ഒരു കള്ളം കാരണം തങ്ങൾ പിരിഞ്ഞതാണെന്നും അവർ പറഞ്ഞു. റോബിക്ക് കണ്ണിന് വലിയൊരു അസുഖമുണ്ടായിരുന്നു. ഫുട്ബോൾ ഉപേക്ഷിക്കാതിരിക്കാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ടും അവളത് റോബിയിൽ നിന്നും മറച്ചുവെച്ചു. സത്യത്തേക്കാൾ ചിലപ്പോൾ ചെറിയ കള്ളങ്ങൾ ഗുണം ചെയ്യും എന്നായിരുന്നു അവർ വിശ്വസിച്ചത്. അതായിരുന്നു അവർ തമ്മിൽ പിരിയാൻ പിന്നീട് കാരണമായി മാറിയതും. ജിമ്മിക്ക് അവരുടെ പ്രവൃത്തി ശരിയായി തോന്നിയില്ലെങ്കിലും അവനവരെ ഫൈനൽ കാണാൻ ക്ഷണിച്ചു. ആരും ബഹുമാനിക്കാത്ത ആ പാവം സ്ത്രീ അവന്റെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു.
ഫൈനലിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ജിമ്മി അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി. വഴിയിൽ വെച്ച് സാറയെ കണ്ടു. മുമ്പുണ്ടായ അവന്റെ പെരുമാറ്റത്തിൽ അവൻ അവളോട് ക്ഷമ ചോദിച്ചു. അവളെ ഫൈനൽ കാണുവാൻ അവൻ ക്ഷണിച്ചു. ഫുട്ബോൾ ഇഷ്ടമല്ലെങ്കിലും വരാമെന്ന് സാറ സമ്മതിച്ചു. പക്ഷേ അപ്പോഴാണ് ആ ദാരുണമായ സംഭവം നടന്നത്. ആലീസിന്റെ താമസ സ്ഥലത്തിന് മുന്നിൽ വലിയ ക്രെയിനുമായി പണിക്കാർ നിൽക്കുന്നു. ആ പഴയ കെട്ടിടം തകർക്കാൻ പോവുകയാണ്. അകത്ത് ആളുണ്ടെന്ന് പറഞ്ഞ് ജിമ്മിയോട് ചെന്ന് തടയാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. അവനകത്തേക്ക് ഓടിക്കയറി. പക്ഷേറെ വൈകിക്കഴിഞ്ഞിരുന്നു. ആലീസ് അവിടെ തണുത്ത് മരവിച്ചു കിടക്കുകയായിരുന്നു. തലേന്ന് രാത്രിയിൽ ആലീസ് മരണപ്പെട്ടു. തന്നെ വിശ്വസിച്ച് ഏക വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ജിമ്മിയെ ആലീസിന്റെ വേർപാട് തകർത്തു കളഞ്ഞു. ഭാരമേറിയ ഹൃദയത്തോടെയായിരുന്നു അവൻ സ്റ്റേഡിയത്തിലേക്ക് പോയത്. ഇതേ സമയം ഡോണയും കളി കാണാൻ വേണ്ടി ഇറങ്ങി. ജോണിക്ക് താല്പര്യമില്ലാത്തതിനാൽ തനിച്ചു പോകാനായിരുന്നു അവളുടെ തീരുമാനം. പക്ഷെ അവൾ ബാഗ് നോക്കിയപ്പോ അതിനകത്ത് പണം കാണുന്നില്ല. പുറത്തേക്കിറങ്ങിയിരുന്ന അവൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി പണം നോക്കാൻ തീരുമാനിച്ചു. വീട്ടിലെത്തിയപ്പോഴോ ജോണി മറ്റൊരു സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒന്നിച്ചിരിക്കുന്നത് അവൾ കണ്ടു. ജോണി ഒരു ചതിയനാണെന്നും തന്നെ വഞ്ചിക്കുകയായിരുന്നെന്നും തന്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചത് അവനാണെന്നും അവൾക്ക് മനസ്സിലായി. ദേഷ്യം വന്ന ഡോണ ഒറ്റയിടിക്ക് അയാളെ താഴെ വീഴ്ത്തി. മറുവശത്ത് സ്റ്റേഡിയത്തിൽ കാണികൾ നിറഞ്ഞിരുന്നു. ഇതിനിടയിൽ പ്രിൻസിപ്പൽ കെന്നിനെ കണ്ട് പണത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. പക്ഷേ ഫൈനൽ ജയിച്ചാൽ മാത്രമേ പണം തരൂ എന്നായിരുന്നു കെൻ പറഞ്ഞത്. തന്റെ മകൻ ഇപ്പോൾ ടീമിലെ താരമല്ലാത്തതായിരുന്നു അയാളുടെ പ്രശ്നം. പ്രിൻസിപ്പൽ നിർബന്ധിച്ചപ്പോ പണം വേണമെങ്കിൽ ജിമ്മിയെ ടീമിൽ നിന്നും മാറ്റണമെന്നും ഗോർഡനെ കളിപ്പിക്കണമെന്നും കെൻ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ പിന്നാലെ ഇറക്കിനടുക്കൽ ചെന്ന് സംസാരിച്ചു. ജിമ്മിയെ ബെഞ്ചിലിരുത്താൻ ആവശ്യപ്പെട്ടു. ഇറക്ക് പക്ഷേ അത് നിരസിക്കുകയായിരുന്നു ചെയ്തത്. സ്കൂളിന് പണം വേണമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞ് ഇറക്കിനെ വീണ്ടും അദ്ദേഹം നിർബന്ധിച്ചു. ഇറക്ക് നേരിട്ട് നോ പറയാതെ ഒരു ബുദ്ധി പ്രയോഗിച്ചു. അദ്ദേഹം പ്രിൻസിപ്പലിനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. ടീമിനോട് നേരിട്ട് അത് പറയാൻ ആവശ്യപ്പെട്ടു. ജിമ്മി കളിക്കുന്നില്ലെങ്കിൽ തങ്ങളും കളിക്കില്ലെന്ന് സൈക്കോ ഉൾപ്പെടെയുള്ള എല്ലാ കളിക്കാരും പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. അതോടെ പ്രിൻസിപ്പലിന് കാര്യം മനസ്സിലായി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ ജിമ്മി അവരുടെ ടീമിലുണ്ടാകും എന്നുറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. അസൂയമൂത്തിരുന്ന ഗോർഡൻ ജിമ്മിയുടെ ബൂട്ടുകൾ മോഷ്ടിച്ച് പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ബൂട്ടുകൾ കാണാനില്ലെന്നറിഞ്ഞ എറിക്ക് ഗോർഡനോട് ചോദിച്ചെങ്കിലും താൻ അത് കണ്ടിട്ടേയില്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. ബൂട്ടുകളില്ലാതെ കളിക്കാൻ കഴിയില്ല എന്ന് ജിമ്മിക്ക് അറിയാമായിരുന്നു. അവന്റെ ആ ബൂട്ടുകൾക്ക്, ആലീസ് സമ്മാനിച്ച ആ ബൂട്ടുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത്. ആ സമയത്ത് ഡോണ അങ്ങോട്ടേക്കെത്തി. ജോണിയുമായുള്ള ബന്ധം താൻ അവസാനിപ്പിച്ച കാര്യം തന്റെ മകനടുക്കൽ പറഞ്ഞു. പക്ഷേ ആ സന്തോഷ വാർത്ത കേട്ടിട്ടും ജിമ്മിക്കൊരു സമാധാനം തോന്നുന്നുണ്ടായിരുന്നില്ല. അവന് തന്റെ ബൂട്ടും ആലീസിനെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവന്റെ മനസ്സ് ആകെ വല്ലായ്മയിലായിരുന്നു. പുതുതായി വാങ്ങിക്കൊടുത്ത ബൂട്ടും ധരിച്ചാണ് അവൻ കളിക്കാനിറങ്ങിയത്. കാണികൾക്കിടയിൽ ഹാരിയും ഉണ്ടായിരുന്നു. ജിമ്മിയുടെ പടമുള്ള ലഘുരേഖ കണ്ട ഹാരിക്ക് വലിയ അഭിമാനം തന്നെ തോന്നി. അവിടെ വെച്ച് അയാൾ ഡോണയെ വീണ്ടും കണ്ടുമുട്ടി. പ്രശ്നത്തിലൂടെ കഴിഞ്ഞുപോയിരുന്ന താനും ഭാര്യയും പിരിഞ്ഞുവെന്നും ഡിവോഴ്സ് പേപ്പറുകൾ മൂവ് ചെയ്തെന്നും ഹാരി ഡോണയോട് പറഞ്ഞു. ജോണിയുമായുള്ള ബന്ധം അവസാനിച്ച കാര്യം ഡോണ ഹാരിക്കടുക്കലും വ്യക്തമാക്കി. അവർ വീണ്ടും സൗഹൃദത്തോടെ ഒന്നിച്ച് കളി കാണാനിരുന്നു. പക്ഷേ മൈതാനത്ത് കളി ആരംഭിച്ചപ്പോ ജിമ്മി ആ പഴയ ജിമ്മിയായിരുന്നില്ല. ഏറെ മോശമായിട്ടായിരുന്നു അവൻ കളിച്ചോണ്ടിരുന്നത്. തന്റെ കയ്യിൽ വന്നു കിട്ടിയ വലിയ അവസരങ്ങൾ അവൻ പാഴാക്കി. എതിർ ടീമിന്റെ കയ്യിൽ കളിയെത്തി. അവർ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. ഹെഡറിലൂടെ ഗോൾ തടയാൻ ഒരു ഘട്ടത്തിൽ ജിമ്മി നോക്കിയെങ്കിലും അതവന് മിസ്സായി. ഗോൾ കീപ്പർ കാസ്പർ ഗോൾ പോകുന്നതിൽ നിന്ന് ആ നീക്കത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ജിമ്മി പതറുന്നത് കണ്ട് എറിക്കാകട്ടെ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കുന്ന കാര്യം വരെ ആലോചിച്ചു. അങ്ങനെ ആദ്യ പകുതി അവസാനിച്ചു. എല്ലാവരും അകത്തേക്ക് പോയി. ജിമ്മി മാത്രം പുറത്തു നിന്നു. ആ സമയം എറിക്കും ഹാരിയും അവനെ കാണാനെത്തി. എറിക്ക് ജിമ്മിയോട് തന്റെ ഭൂതകാലം പങ്കുവെച്ചു. താൻ കളിക്കാരനായിരുന്നപ്പോൾ ടെൻഷൻ മാറ്റാൻ മദ്യപിക്കുമായിരുന്നെന്നും ഒരിക്കൽ കളി കഴിഞ്ഞ് മദ്യാസക്തിയിൽ മറ്റൊരു കളിക്കാരനെ പരിക്കേൽപ്പിച്ചതിന്റെ കുറ്റബോധം ഇന്നേക്കും തന്നെ വിട്ടുമാറിയിട്ടില്ലെന്നും അതിന്റെ പേരിലാണ് തനിക്ക് ടീം വിടേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ജിമ്മി അപ്പോഴും തന്റെ ബൂട്ട് നഷ്ടപ്പെട്ടതിന്റെ വേദനയിലായിരുന്നു. അതുകൊണ്ടാണ് കളിക്കാൻ പറ്റാത്തത് എന്ന കാര്യം അവൻ പറഞ്ഞപ്പോ ഹാരി പറഞ്ഞു, ബൂട്ടിലല്ല, നീ നിന്നിൽ വിശ്വസിക്കണം. റോബി ബ്രൂവറിന്റെ ബൂട്ടായതുകൊണ്ടാണ് ആ ബൂട്ടിന് മാന്ത്രികതയുള്ളത് എന്ന തന്റെ വിശ്വാസത്തെപ്പറ്റി ജിമ്മി പറഞ്ഞപ്പോഴാണ് ബൂട്ടിന്റെ രഹസ്യം പുറത്തു വന്നത്. എറിക്കായിരുന്നു അത് വ്യക്തമാക്കിയതും. റോബി ബ്രൂവർ യാഥാർത്ഥ്യത്തിൽ ടീമിലെ ഒരു മികച്ച കളിക്കാരനായിരുന്നേയില്ല. ടീമിന്റെ ഭാഗ്യചിഹ്നമായ വെറുമൊരു മസ്കറ്റ് മാത്രമായിരുന്നു അത്. റോബി ബ്രൂവർ ആലീസിന്റെ മകനായിരുന്നു. അത്
കേട്ടതും ജിമ്മിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ആത്മവിശ്വാസമില്ലാതിരുന്ന ജിമ്മിക്ക് ആത്മവിശ്വാസം നൽകാൻ ആലീസ് പറഞ്ഞ വെറും ഒരു കഥയായിരുന്നു റോബി ബ്രൂവറിന്റേത്. അത് തിരിച്ചറിഞ്ഞതും ഒരു ബോട്ടിന്റെയും മാന്ത്രികത കൊണ്ടല്ല, മറിച്ച് തന്റെ തന്നെ കളിയിലെ മികവ് കൊണ്ടാണ് ഇതുവരേക്കും തന്റെ ടീം എത്തിച്ചേർന്നത് എന്നൊരു ബോധ്യം അവനിലേക്കെത്തി. വല്ലാത്തൊരു ആത്മവിശ്വാസവും അവൻ അനുഭവപ്പെട്ടു. വൈകാതെ കളിയുടെ രണ്ടാം പകുതി ആരംഭിച്ചു. പക്ഷേ ഇത്തവണ ഉഴപ്പിക്കളിച്ച് ആത്മവിശ്വാസമില്ലാതെ കളി തെറ്റിച്ച ജിമ്മി ആയിരുന്നില്ല അത്. അവൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് കളിച്ചു. കളിയുടെ പൂർണ്ണ നിയന്ത്രണം അവൻ ഏറ്റെടുത്തു. എതിരാളികളെ ഒന്നൊന്നായി വളരെ നിസ്സാരമായി വെട്ടിച്ച് അവൻ മുന്നേറി. ഗോൾ പോസ്റ്റിനടുത്തെത്തിയതും ജിമ്മിയുടെ കാലിൽ നിന്ന് ആ ഷോട്ട് പിറന്നു. ഗോൾ വലകളെ കുലുക്കിയ ആ ഷോട്ട് അവരുടെ ടീമിന് ആദ്യത്തെ ഗോൾ നേടിക്കൊടുത്തു. സ്കോർ ഇപ്പോൾ 2-1 കഴിഞ്ഞിരിക്കുന്നു. ആ ഗോൾ വീണതും അവരുടെ ടീമിന് മൊത്തത്തിൽ പുതിയൊരു ഉണർവ് തന്നെ ലഭിച്ചു. അടുത്ത മുന്നേറ്റത്തിൽ ജിമ്മി വീണ്ടും പന്തുമായി കുതിച്ചു. പക്ഷേ ഇത്തവണ അവനൊറ്റയ്ക്ക് ഗോളടിക്കാൻ ശ്രമിച്ചില്ല. പകരം എതിർവശത്തുണ്ടായിരുന്ന ഗോർഡന് പന്ത് കൈമാറി. അതെ, തന്നെ ഒരുപാട് ദ്രോഹിച്ച അതേ ഗോർഡന് തന്നെ ജിമ്മി നൽകിയ ആ പാസ് ഗോർഡൻ കൃത്യമായി വിനിയോഗിച്ചു. വീണ്ടും വല കുലുങ്ങി. സ്കോർ 2-2 സമനിലയിലേക്ക് മത്സരം എത്തിച്ചേർന്നിരിക്കുന്നു. മത്സരം അവസാനിക്കാൻ വെറും 1 മിനിറ്റ് മാത്രമായിരുന്നു ബാക്കിയായത്. എതിർ ടീം ഒരു ഗോളിനായി ആഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഗോൾ കീപ്പർ കാസ്പർ അത് മനോഹരമായി തടഞ്ഞു. കാസ്പർ പന്ത് വേഗത്തിൽ ജിമ്മിക്കായി എറിഞ്ഞുകൊടുത്തു. ജിമ്മി പന്തുമായി എതിർ ഗോൾ പോസ്റ്റിന് നേരെ ഒറ്റയ്ക്ക് കുതിച്ചു ചെന്നു. അതാ ജിമ്മിയുടെ മുമ്പിൽ അവന്റെ നിമിഷം എത്തിച്ചേർന്നിരിക്കുന്നു. അവന് വേണമെങ്കിൽ ആ നിമിഷം ഒരു ഗോൾ തീർത്ത് ഹീറോവായി മാറാം. പക്ഷേ അപ്പോഴാണ് മൈതാനത്തിന്റെ മറുഭാഗത്ത് ഗോർഡൻ പാസിനായി കൈ ഉയർത്തുന്നത് അവൻ കണ്ടത്. ഒരു നിമിഷം എല്ലാം നിശ്ചലമായതുപോലെ തോന്നി. ജിമ്മി അധികം വൈകിയില്ല. ഒരു തീരുമാനമെടുത്തു. അവൻ ആ പന്ത് ഗോർഡന് പാസ് ചെയ്തു. പക്ഷെ അതൊരു സാധാരണ പാസ്സായിരുന്നില്ല. പണ്ട് ഗോർഡൻ ജിമ്മിയുടെ മുഖത്തേക്ക് പന്തടിച്ചു തെറിപ്പിച്ചതുപോലെ തന്നെ ജിമ്മി സർവ്വശക്തിയും എടുത്ത് ഗോർഡന്റെ മുഖം ലക്ഷ്യമാക്കി പന്ത് തൊടുത്ു. പന്ത് ഗോർഡന്റെ മുഖത്ത് തട്ടി നേരെ ഗോൾ വലയ്ക്കുള്ളിലേക്ക് തെറിച്ചു വീണു. വീണ്ടും അതിമനോഹരമായ ഒരു ഗോൾ പിറന്നിരിക്കുന്നു. ഗ്രീൻ റോക്ക് ടീം 3-2 വിജയം വരിച്ചു. വർഷങ്ങൾക്കു ശേഷം അവരാ സ്കൂൾ കപ്പ് ഉയർത്തി. എല്ലാവരും ജിമ്മിയെ കെട്ടിപ്പിടിച്ച് ആഘോഷിച്ചു. അവൻ ആ മത്സരത്തിലെ യഥാർത്ഥ നായകനായി മാറി. കളി കഴിഞ്ഞ് ഒരു ഫുട്ബോൾ ഏജന്റ് അവിടെ എത്തി. ഗോർഡന്റെ അച്ഛൻ കെൻ തന്റെ മകനെ ഏജന്റിന് മുമ്പിൽ പുകഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല. അയാൾക്കാകെ വേണ്ടിയിരുന്നത് ജിമ്മിയെയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് അദ്ദേഹം ജിമ്മിയെ ക്ഷണിച്ചു. പക്ഷേ ജിമ്മി ആ ഓഫർ നിരാകരിച്ചു. അവന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിക്കാനായിരുന്നു ആഗ്രഹം. എറിക്കിന്റെ കീഴിൽ പൂർണ്ണ പരിശീലനം നേടി ഒരിക്കൽ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാരനാകും എന്ന് തന്നെ അവൻ തീരുമാനിച്ചിരുന്നു. എറിക്കിനും അത് കേട്ട് നല്ല രീതിയിൽ സന്തോഷം തോന്നാതിരുന്നില്ല. അതോടെ ആ ഏജന്റ് അവിടുന്ന് പോയി. പിന്നീട് സാറ ജിമ്മിയുടെ അടുത്തെത്തി. അവൾ അവനെ അഭിനന്ദിച്ചു. സ്റ്റേഡിയം വിടുന്നതിനു മുമ്പ് കോച്ച് എറിക്കിനോട് ഒരിക്കൽ കൂടി ബോൾ തട്ടാൻ കളിക്കുവാൻ ജിമ്മി ആവശ്യപ്പെട്ടു. റിട്ടയർമെന്റിനു ശേഷം അതുവരേക്കും അത്തരത്തിലൊന്ന് പ്രവർത്തിക്കാതിരുന്ന എറിക്ക് അവൻ പറഞ്ഞതും മൈതാനത്തേക്കിറങ്ങി. കാസ്പർ ഗോൾ പോസ്റ്റിൽ നിൽക്കെ എറിക്കൊരു പെനാൽറ്റി ഷോട്ട് എടുത്തു. അത് അതിമനോഹരമായൊരു ഗോളായി മാറി. ഏവരും വലിയ സന്തോഷത്തോടെ ആരവം മുഴക്കി. ഫുട്ബോൾ അവർക്ക് വെറുമൊരു കളി മാത്രമായിരുന്നില്ല, മറിച്ച് ഒരിക്കലും മരിക്കാത്ത പ്രണയമായിരുന്നു. അത് പറഞ്ഞു വെച്ചുകൊണ്ട് "There is only one Jimmy Grimble" എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.